കർത്താവിൻ്റെ സുവിശേഷ യാത്രയിൽ കർത്താവിനെ വാക്കുകൾ കൊണ്ട് തളർത്തുവാൻ ചുറ്റും നിൽക്കുന്നവർ ശ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്. പല കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് അവർ സംസാരിച്ചു. ചിലർ പറഞ്ഞു, ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ചിലർ പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേത്സെബൂലിനെ കൊണ്ട് ഭൂതത്തെ പുറത്താക്കുന്നു. ഇങ്ങനെ പല വാക്കുകൾ കൊണ്ട് യേശുവിൻ്റെ യാത്രയെ, യേശുവിൻ്റെ ലക്ഷ്യത്തെ തളർത്തുവാൻ ചുറ്റും നിന്നവർ ശ്രമിച്ചു. നമ്മുടെ ജീവിതത്തിലും വാക്കുകൾ കൊണ്ട് നമ്മളെ തളർത്തുവാൻ, നമ്മുടെ യാത്രയുടെ വേഗത കുറയ്ക്കുവാൻ, നമ്മളെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വാക്കുകൾ കൊണ്ട് തളർത്തുന്ന ഒരു കൂട്ടം നമ്മുടെ ഇടയിലുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഈ വാക്കുകൾ കൊണ്ടൊന്നും കർത്താവിൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുവാനോ കർത്താവിൻ്റെ ലക്ഷ്യത്തെ മുടക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല. ഇതൊക്കെ കേട്ടിട്ടും, ഇങ്ങനെ അവഗണനയൊക്കെ സംഭവിച്ചിട്ടും കർത്താവ് എപ്പോഴും തൻ്റെ അത്ഭുതങ്ങൾ തുടർന്നു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ലക്ഷ്യത്തിലേക്ക് കർത്താവ് പതുക്കെ നടന്നു നീങ്ങി. വാക്കുകൾ കൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ ലക്ഷ്യത്തെ കളിയാക്കുന്നവരുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇന്ന് പകൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലക്ഷ്യത്തെ മാത്രമായിരിക്കണം. യേശുവിനെ പോലെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം.